ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പലഹാരം എന്ന് പറയുന്നത് ഞാൻ ചക്ക കൊണ്ടുള്ള ഒരു പലഹാരമാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ 10 ചക്കച്ചോള എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചക്കച്ചോള കൊണ്ട് ചെയ്യാൻ പോകുന്നത് പക്കാവടയാണ് ചെയ്യാൻ പോകുന്നത്. ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണേ. വേവിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഒന്ന് ആവി വെച്ച് വേവിക്കാൻ പോകണേ. ഞാനിത് ആവിയിൽ വെക്കുവാണേ. ഇതൊന്ന് ആവി കയറി ഇതൊന്ന് ആയിട്ട് വേണം നമുക്കത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇതൊന്ന് ആവി കയറട്ടെ. ചക്ക നമ്മൾ വേവിച്ചെടുത്തേ. അതിന് ഞാൻ മിക്സിയിലോട്ട് ഇനി ഈ ജാറിലോട്ട് ഇടുവാണേ. ഇതിലോട്ടിട്ടൊന്ന് അരച്ചോണ്ട് വരട്ടെ. അരച്ചോണ്ട് വന്നിട്ട് ഇത് ചെയ്യുന്നത്. ഇത് അരക്കട്ടെ ഒന്ന്. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ലേ. വെള്ളം ഒഴിക്കാതെ അരച്ചുകൊണ്ട് വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അരച്ചുകൊണ്ട് വന്നേ. ഇതാണ് നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്ക് ചക്കയുടെ ഇതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കാവൂ. ചില വരിക്കച്ചക്കയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ട വരും. അങ്ങനെ ഇത് കൂഴച്ചക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് കണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഒരു ശകലം ഞാൻ വെള്ളം ചേർത്തായിരുന്നു. കാര്യം ഇത് വരിക്കച്ചക്കയായിരുന്നു, അരയാൻ ഇച്ചിരി പാടുണ്ടായിരുന്നേ. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ടേ. ഇനി ബാക്കി ഇതിനകത്തോട്ട് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർക്കാമേ. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് 1 ഗ്ലാസ് കടലമാവ് ചേർക്കുന്നേ. 1 ഗ്ലാസ് കടലമാവ്, 1/2 ഗ്ലാസ് അരിപ്പൊടി, പിന്നെ ഉപ്പ് ചേർക്കുന്നേ. ഒരു സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരിയാണേ. കായപ്പൊടി ഇടുന്നേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുവാണേ. ഇത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ അതിൻ്റെ പാകത്തിന് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ചേർത്താൽ മതി. ഈ ചക്കയാണെന്നുണ്ടെങ്കിൽ അരച്ചെടുത്തതിന് ശേഷം ഇതിന് ഇച്ചിരി കൂടെ വെള്ളം വേണം. കണ്ടോ, നമ്മൾ ചക്ക ചേർത്തിട്ടുണ്ട്, എന്നാൽ ഇതിനിവിടെ കുറച്ചുകൂടെ വെള്ളം വേണം. ഒരുപാട് ആദ്യം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലാകത്തില്ലയോ. ശകലം വെള്ളം ഒഴിക്കുന്നേ ഉള്ളേ. നമുക്ക് സേവനാഴിയിൽ നിന്ന് ചെയ്യുമ്പോൾ അത് ഇറങ്ങി വരത്തക്കവണ്ണമുള്ള രീതി മതി. അല്ലെ കട്ടിയായിട്ടിരിക്കത്തില്ലയോ. ഒരുപാട് വെള്ളമായാലും നമുക്ക് അത് പിന്നെ ചെയ്തെടുക്കാൻ പാടാം. ഈ നനവ് മതി. ഇതായിട്ടുണ്ട്. കണ്ട് ഇപ്പോൾ അതിൻ്റെ പരുവമായി. കണ്ട് ഈ പരുവം മതിയേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്. അപ്പോൾ ചക്ക സീസണൊക്കെ അല്ലയോ. നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. കണ്ട് ഈ പരുവം മതി. ഇതിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുന്നേ. ഒരു പിടുത്തം മാറാനായിട്ട് റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് എണ്ണയിലോട്ടിടാം. ഞാൻ അച്ചിനകത്ത് ഇട്ടിട്ടുണ്ടേ. നമ്മൾ അവിടെ കുറേശ്ശെ അതിനകത്തോട്ട് ഇടുവാണേ. ഈ പരുവം കണ്ടോ. ഇതിനകത്ത് കണ്ട് കയ്യാലിപ്പോൾ ഒട്ടുന്നില്ല. കണ്ടോ, ഈ പരുവത്തിൽ എടുക്കണം. ഞാൻ എണ്ണ ഒഴിക്കുവാണേ. ചട്ടി ഇത് പാൻ ചൂടായിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകട്ടെ എണ്ണ. എണ്ണ ചൂടായേ. ഇതിലോട്ട് ഇടുവാണ്. ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല. ഞാൻ കാര്യം നമ്മൾ ഈ എണ്ണ പിന്നെ ഞാനിത് ഉപയോഗിക്കത്തില്ല. പിന്നെ
ഇതൊന്നാകട്ടെ. ഒരുപാട് തീ കൂട്ടി ചെയ്യരുതേ. ഏകദേശം നമ്മൾ മറിച്ചിടാമേ. മറിച്ചിട്ടേ ഒരു സൈഡ് ഇതായിട്ടുണ്ട്. ഞാൻ കോരുവേ. ഇനി അടുത്ത ട്രിപ്പ് ഇടാം. അടുത്ത ഇടുവാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പ്രയാസവുമില്ല, ഒരു പാടുമില്ല. നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളത്. ഇത് തിരിച്ചിട്ടേ ഞാൻ. എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ചക്കയൊന്നും ആവി കയറ്റണമെന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് എടുക്കുന്ന പാടേ ഉള്ളൂ. ഇത് നമ്മൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നതിലും നല്ലതല്ലയോ? ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതല്ലയോ? കടയിലൊക്കെ എത്ര പ്രാവശ്യം എണ്ണയിലിട്ട് വറുത്ത് കോരുന്നതൊക്കെ ആയിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. രണ്ടാമത്തേതും കോരുവാണേ. ആയിട്ടുണ്ട്. ഈ കറിവേപ്പിലയുടെ ഇതിനകത്ത് വറുത്ത് കോരുവാണേ. പക്കാവട റെഡിയായേ. നല്ല കറുമുറാന്ന് കണ്ടോ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട ഓരോന്നായിട്ട് നമുക്കിത് അടത്തിയെടുക്കാമേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇത് വീട്ടിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ശകലം ഒന്ന് മെനക്കെടണമെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.